Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യമായി നമ്മൾക്ക് നിഫ്റ്റിയിൽ എന്തായിരുന്നു നമ്മുടെ ട്രേഡിംഗ് ചാൻസുകൾ, എന്തൊക്കെയാണ് നമ്മൾക്ക് നാളേക്ക് വേണ്ടിയിട്ടുള്ള ലെവലുകൾ എന്ന് പരിശോധിക്കാം. നിഫ്റ്റി ഇന്ന് ഏകദേശം 100ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്തത്. എന്നാൽ ആ ലെവല് ഏകദേശം ഇന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചേക്കാമെന്ന് നമ്മൾ ഇന്നലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ രേഖപ്പെടുത്തിയിരുന്നതാണ്. ലെവലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്പണിങ്ങിന് മുമ്പ് തന്നെ, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായേക്കാം എന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അപ്പോൾ തന്നെ ഒരു ടാർഗറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായിരുന്നാലും എനിക്ക് ആ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഏകദേശം 100 പോയിന്റിന്റെ തന്നെ ഒരു 90 പോയിന്റിന്റെ സെല്ലിംഗ് വൺ ഡയറക്ഷൻ വിതിൻ 15 മിനിറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിച്ചപ്പോൾ ആ ട്രേഡും എന്നെ സംബന്ധിച്ച് എൻ്റർ ആവാൻ കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഒരു സെല്ലിംഗ് പാറ്റേൺ രൂപപ്പെടുമ്പോൾ ഈ ഏരിയ ഒരു സെല്ലിംഗ് ഏരിയയായി കണക്കാക്കിക്കൊണ്ട് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ചെയ്തപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് ചെയ്തത്. എന്നാൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ആയേക്കാം എന്ന ധാരണയിൽ വീണ്ടും ഇവിടെ നിന്നും പരിശോധിക്കുമ്പോൾ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകുമ്പോൾ വീണ്ടും പുതിയ ഹൈ തരുന്നതിന് പകരം അതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ്. അപ്പോൾ രണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് എനിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ടാകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഈ ബൈങ് എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇവിടെ നിന്നും നമ്മൾ സാധാരണയായി പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ആദ്യമേ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലാണ്. നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയ ലെവല്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും എന്നാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഉയരത്തിൽ ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ തീർച്ചയായും ഈ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അഥവാ ഈ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോണുകൾ നമ്മൾക്ക് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഉയരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്, വീണ്ടും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. എന്നാൽ ഈ ഏരിയയിൽ വന്ന് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ, ഒരു ടൈറ്റ് മാർക്കറ്റിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഏരിയയിൽ നിന്നും ടാർഗറ്റ് കവർ ചെയ്തത്. വീണ്ടും സെല്ലിംഗ് തുടർന്നേക്കാം എന്ന് തന്നെയായിരുന്നു നമ്മളുടെ പ്രതീക്ഷയെങ്കിൽ പോലും ഇവിടെ ഒരു ചെറിയ സ്ലൈറ്റ് പോയിന്റിന് ഈ സ്റ്റോപ്പ് ലോസ് പോയിന്റിന് മുകളിൽ, ഡേയ്സ് ഹൈക്ക് മുകളിൽ കാണിച്ചുകൊണ്ട് തന്നെ പ്രൈസ് വീണ്ടും ഒരു കൺസോൾട്ടേഷന് ശേഷം അപ്വേർഡ് മൂവ് ചെയ്തേക്കാം എന്ന് കരുതി. എന്നാൽ കൃത്യമായും നമ്മളുടെ ചാനലിൽ വന്ന് ലൈവ് ഡൗട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ രേഖപ്പെടുത്തിയ ഒരു സംശയത്തിന് മറുപടി അവിടെ തന്നെ നൽകുകയും തുടർന്ന് ഉടനെ തന്നെ ഇവിടെ ചാനലിൽ വീണ്ടും ഇത് ഒരു സെല്ലിംഗ് ഡയറക്ഷനായി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഏരിയ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് ഈ ഏരിയ എൻ്ററായി കൊടുത്തിരുന്നു. സാധാരണയായി ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും തുടർന്നുള്ള ട്രേഡ് അന്നേ ദിവസം പോസ്റ്റ് ചെയ്യുന്നതല്ല. എന്നാൽ ആ സുഹൃത്ത് അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ആ ട്രേഡ് അവിടെ പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ട്രേഡിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഏരിയയിൽ നിന്നും വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും ഇവിടെ നിന്നും ഞാൻ റീ എൻ്റർ ചെയ്യുകയാണ് ചെയ്തത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട്. അപ്പോൾ പ്രതീക്ഷ അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഈ ഏരിയയിൽ വീണ്ടും വന്ന് ഒരു സപ്പോർട്ട് എടുത്തു. എങ്കിലും ഇവിടെ ടൈം പോയിരുന്നതുകൊണ്ട് ഒരു ജസ്റ്റ് വാച്ചിങ്, ഈ ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള ഒരു വാച്ചിങ് രേഖപ്പെടുത്തിയിരുന്നു. ട്രേഡ് എടുത്തിരുന്നില്ല. എന്നാൽ ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം, ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം, അത് പുതുതായി കടന്നു വന്നിട്ടുള്ളവർ ആ ട്രേഡിൽ എൻ്ററായി പോകുന്നു എന്നുള്ളതാണ്. എൻ്ററായി പോയാലോ എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈ മേഖലയിൽ കടന്നു വരുന്നതെങ്കിൽ ആ സുഹൃത്തുക്കളോട് പറയേണ്ടത് അവർ തീർച്ചയായും മോക്ക് ട്രേഡ് ചെയ്ത് ശീലിക്കുക. അവർക്ക് കൺവിക്ഷൻ ലഭിക്കുന്നുവെങ്കിൽ മാത്രം, അവർക്ക് അവരുടെ ഒരു എബിലിറ്റിയിൽ ഒരു വിജയം എന്ന് കണ്ടാൽ മാത്രമേ റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാവുള്ളൂ. അതുവരെ അവർ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി പൂർണ്ണമായും അല്ലെങ്കിൽ അതിലൊരു സക്സസ് ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ മാത്രമേ റിയൽ ക്യാഷ് ഉപയോഗിക്കാവുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ നാളെ എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. നാളെ 22,687 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,611 എന്ന ലെവൽ ഇന്നത്തെ ലോയാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 22,687 എന്ന ആദ്യത്തെ റെസിസ്റ്റന്റ് ഏരിയയ്ക്ക് മുകളിൽ
ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രം താഴോട്ട് വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷണൽ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് ലെവൽ പിന്നീട് എന്ന് പറയുന്നത് ഇതുവരെ ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുന്ന പക്ഷം വീണ്ടും ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 22,811, 827, 861 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അടുത്ത ദിവസം വ്യാഴാഴ്ച വീണ്ടും ക്ലോസിംഗ് ആയതുകൊണ്ട് ആ ലെവലിലോട്ടൊന്നും മാർക്കറ്റ് പോകാൻ സാധ്യതയില്ല. ഈ ലെവലിൽ 22,735 ലെവലിൽ ഒരു ടാർഗറ്റ് എത്തുമ്പോൾ തന്നെ കവർ ചെയ്ത് വീണ്ടും എന്താണ് മാർക്കറ്റ് തരുന്ന ഒരു ഡയറക്ഷൻ എന്ന് കണക്കാക്കിയതിന് ശേഷം മാത്രമേ പിന്നീട് ട്രേഡ് അപ്വേർഡ് ഡയറക്ഷൻ ചെയ്യാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം തരുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ ഏത് ലെവൽ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രധാനമായും നമുക്ക് ലഭിക്കേണ്ടത് ഇന്ന് രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നുവെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 22,569, 22,529, 22,468 എന്ന ലെവലാണ്. എന്നാൽ ഈ 468 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് സോൺ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയയിൽ നിന്നും പരമാവധി ടാർഗറ്റ് കവർ ചെയ്ത് വെയിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടുത്തായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് തന്നെയാണ് തന്നിരുന്നത്. എന്നാൽ ഈ ഡിക്ലൈനു ശേഷം നിഫ്റ്റി പോലെയല്ല, പുതിയ ഉയരം രേഖപ്പെടുത്തി ടാർഗറ്റുകൾ നൽകുകയാണ് ചെയ്തിരുന്നത്. ടാർഗറ്റുകളെല്ലാം നമ്മൾ രേഖപ്പെടുത്തിയവ തന്നെയായിരുന്നു. അപ്പോൾ നാളേക്ക് വേണ്ടി ഞാൻ പ്രധാനമായ സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത് 48,563 എന്ന് പറയുന്ന ഇന്നത്തെ ലോ തന്നെയാണ്. അതുപോലെ തന്നെ 48,853 എന്ന് പറയുന്ന ലെവലാണ് ഞാൻ ആദ്യമേ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന പ്രധാന ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേൺ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്ലോഡ് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ധൈര്യമായ ഒരു ട്രേഡിൽ എൻ്ററായി വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസ് നൽകാൻ കഴിയുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നല്ല റേഞ്ച് മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകളാണ് നിഫ്റ്റിയും ബാങ്ക് സെൻസെക്സും ഒക്കെ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ. അതുകൊണ്ട് അതിന് അത്തരത്തിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തയ്യാറാകുന്നവരെ വെയിറ്റ് ആവുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. പ്രധാനമായും ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ പോകാം. എന്നാൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടുകയാണെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ടാർഗറ്റുകൾ എന്ന് ഞാൻ കരുതുന്നവ ഇവിടെ രേഖപ്പെടുത്തിയതാണ്. 49,103, 49,198, 49,465 എന്നീ ലെവലുകളാണവ. എന്നാൽ ഇവിടെ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ പ്രൈസ് ടെസ്റ്റ് ചെയ്തേക്കാവുന്ന കരുതി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റ് സോണുകളാണ് 48,497, 48,421, 48,355 എന്നീ ലെവലുകൾ. 48,260 അല്പം കൂടി സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് സോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ലെവലുകൾ വരെയൊന്നും പ്രൈസ് പോകാനുള്ള സാധ്യതയില്ല. എന്തായിരുന്നാലും മാർക്കറ്റിന്റെ ഓരോ ദിവസത്തെയും മൂവ്മെന്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ കഴിയൂ. അപ്പോൾ സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. സെൻസെക്സും ഇന്ന് പറഞ്ഞ പോലെ ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു വന്നിരുന്നത്. ലെവലുകൾ നമ്മൾ രേഖപ്പെടുത്തിയ പോലെ തന്നെയായിരുന്നു. ഡൗൺവേർഡ് വന്നതിന് ശേഷം വീണ്ടും കൃത്യമായും ഈ ഏരിയയിൽ നിന്നും അപ്വേർഡ് മൂവ്മെന്റ് തന്നിരുന്നു. ടാർഗറ്റ് ആ ലെവലിൽ തന്നെ നിഫ്റ്റി ബിഹേവ് ചെയ്ത് അതേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് തുടർന്ന് ഫാളാണ് ഉണ്ടായത്. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സോണുകൾ ബ്രേക്ക് ഇതായിരുന്നു നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സോൺ. അതുപോലെ ഇവിടെ ആയിരുന്നു റെസിസ്റ്റന്റ്. ഈ രണ്ട് ലെവലും മാന്യമായി റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്ക് വേണ്ടി 74,840 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റന്റ് സോണായി ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ 74,601 എന്ന ലെവൽ തന്നെയാണ് സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ 74,840 എന്ന ലെവൽ ആദ്യത്തെ റെസിസ്റ്റന്റ് സോണ്, 74,601 എന്ന ലെവൽ ആദ്യത്തെ സപ്പോർട്ട് സോൺ. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഡൈസ് ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിട്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ്
ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്പോൾ ഡയറക്ഷൻ തന്നെ നൽകുന്നു എങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ലെവലുകൾ തന്നെയാണ്. എന്നാൽ ഈ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാമെന്ന് ഞാൻ കരുതുന്ന ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 75,311, 75,442 എന്നീ ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണ് എങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നു ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളവ. 74,505, 74,410, 74,094, 100 എന്ന ലെവലുകളാണ് പ്രധാനമായ സപ്പോർട്ട് സോണുകളായി ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ പരമാവധി സംശയങ്ങളും കാര്യങ്ങളും സാധ്യമാകുന്ന വിധം വിവരിച്ച് തരുന്നതാണ്, അതിന് മറുപടി നൽകുന്നതാണ്. താല്പര്യമുള്ളവർ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ചേർക്കുന്നുണ്ട്. അപ്പം നാളെയും നല്ല ഒരു ട്രേഡിംഗ് ദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.